10 കൊല്ലം മുമ്പ് നമ്മളുടെ നാട്ടിലെ സർക്കാർ സ്കൂളുകൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ, തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകൾ, സർക്കാർ സ്കൂളിൽ ഒരു ബാത്റൂം. നമ്മളുടെ കുട്ടികൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ഉണ്ടായിരുന്നോ? നമ്മളൊക്കെ സർക്കാർ സ്കൂളിൽ പഠിച്ചതല്ലേ? പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഇവിടെ ഉണ്ടായിരുന്നോ 10 കൊല്ലം മുമ്പ്? ഇന്ന് നിങ്ങൾ സർക്കാർ സ്കൂളുകളിലേക്കൊന്ന് പോയി നോക്കൂ. തകർന്ന കെട്ടിടങ്ങൾ മുഴുവൻ പുതുക്കി പണിതില്ലേ? ഏതെങ്കിലും ഒരു ക്ലാസ് റൂം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിലുണ്ടോ? ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ. 10 കൊല്ലം മുമ്പ് ഇല്ലാത്തത് എന്താണ് ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിക്കുന്നവരോട് നമ്മളുടെ വിദ്യാലയങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കൂ. നിങ്ങൾ 10 ലക്ഷത്തോളം കുട്ടികളാണ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് നമ്മളുടെ പൊതുവിദ്യാലയങ്ങളിൽ എത്തിയത്. സഖാവ് പിണറായി വിജയന്റെ 1ാം സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച വിദ്യാഭ്യാസ യജ്ഞം 2ാം പിണറായി സർക്കാരിന്റെ കാലത്തും തുടർന്നു. എല്ലാ സർക്കാർ സ്കൂളുകളിലും പുതിയ കെട്ടിടങ്ങൾ വന്നു, പുതിയ ഗ്രൗണ്ടുകൾ വന്നു, ടോയ്ലറ്റുകൾ, ബാത്റൂമുകൾ, ഇതെല്ലാം ഗവൺമെന്റ് സ്കൂളുകളിൽ യാഥാർത്ഥ്യമാക്കി. അത് മാത്രമോ, 10 കൊല്ലം മുമ്പ് ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് പ്രവർത്തിച്ചിരുന്നതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. 10 കൊല്ലം മുമ്പ് സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച്, മലയാളം മീഡിയം സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് പ്രവർത്തിച്ചിരുന്നതായി നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? നമ്മളൊക്കെ സർക്കാർ സ്കൂളിൽ പഠിച്ചവരാണ്. നിങ്ങളിലും മഹാഭൂരിഭാഗം ആളുകൾ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാകും. അന്ന് നമ്മളുടെ സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം ബാച്ച് പ്രവർത്തിച്ചിരുന്നതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ലക്ഷക്കണക്കിന് കുട്ടികൾ അധികമായി നമ്മളുടെ പൊതുവിദ്യാലയത്തിലെത്തിയപ്പോ സാധാരണക്കാരായ മാതാപിതാക്കൾ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചിൽ പഠിക്കാനുള്ള സൗകര്യം വേണം. കോവിഡ് കാലത്ത് നിരവധി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ നമ്മളുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നു. സർക്കാരിന്റെ മുമ്പിലുള്ള ഒരു ചലഞ്ചായിരുന്നു അത്, ഒരു വെല്ലുവിളിയായിരുന്നു അത്. അതുവരെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച കുട്ടികൾ ഇനി എങ്ങനെ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? ഉടനെ തന്നെ സർക്കാർ അതിന് പരിഹാരം കണ്ടെത്തി. എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും ഇംഗ്ലീഷ് മീഡിയം പുതിയ ബാച്ചുകൾ ആരംഭിച്ചു. ഇന്ന് നമ്മളുടെ നാട്ടിലുള്ള ഏത് സർക്കാർ ഗവൺമെന്റ് LP സ്കൂളിലാണ് 1ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ച് ഇല്ലാത്തത്, 2ാം ക്ലാസ്സിൽ ഇല്ലാത്തത്? 10ാം ക്ലാസ് വരെ എല്ലാ ഡിവിഷനുകളിലും ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ വന്നില്ലേ? 10 കൊല്ലം മുമ്പില്ലാത്ത എന്താണ് ഈ നാട്ടിൽ ഉണ്ടായത് എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ള മറുപടിയാണ്. 10 കൊല്ലം മുമ്പ് പൊതുവിദ്യാലയങ്ങൾ തകർന്നടിഞ്ഞ നിലയിലായിരുന്നുവെങ്കിൽ ഇന്ന് പൊതുവിദ്യാലയങ്ങളുടെ അടുത്തെത്താൻ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ സ്കൂൾ സാഹചര്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചില്ല. ഇതിലപ്പുറം എന്താണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്? എന്താണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്? കൊച്ചി ഇടമൺ പവർ ഹൈവേ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി നമുക്കാർക്കെങ്കിലും വൈദ്യുതിയുടെ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പവർ കട്ട് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? 10, 12, 13 വയസ്സായ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. പവർ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയില്ല. കടുത്ത വേനലിൽ പോലും ഏതെങ്കിലും ഒരു വീട്ടിൽ രാത്രി ഫാന് കറങ്ങാതിരുന്ന ഒരു രാത്രിയെക്കുറിച്ച് ഓർമ്മിക്കാൻ സാധിക്കുമോ ഈ നാട്ടിലെ ജനങ്ങൾക്ക്? എന്തുകൊണ്ടാണ് അതിന് കഴിഞ്ഞത്? ഏതാണ്ട് 370 കിലോമീറ്റർ കൊച്ചി ഇടമൺ പവർ ഹൈവേ നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ സ്റ്റീൽ പോസ്റ്റിൽ വലിയ ഇരുമ്പ് പോസ്റ്റുകൾ ആകാശത്തെ ചുംബിക്കുവാൻ വെമ്പൽ കൊള്ളുമാറ് ഉയർന്നു നിൽക്കുന്നത് പെട്ടെന്ന് കണ്ടാൽ തോന്നും വലിയ ഒരു കുരിശാണെന്ന്. അതിനു മുകളിലൂടെ വലിക്കുന്ന 10, 12
കൂറ്റൻ ലൈനുകൾ കണ്ടിട്ടില്ലേ? അങ്ങനെ 1 കിലോമീറ്റർ അല്ല, 2 കിലോമീറ്റർ അല്ല, ഇടമൺ കൊച്ചി പവർ ഹൈവേ 380 കിലോമീറ്റർ വലിച്ചത് ആരെ കാലത്താണ്? ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 1 കിലോമീറ്റർ വലിച്ചിരുന്നോ? 1 കിലോമീറ്റർ. അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, UDFന്റെ ഭരണകാലത്ത് അതിനുള്ള ശ്രമം നടന്നു. ആളുകൾ എതിർക്കും, സ്വാഭാവികമാണ്. പള്ളിക്കമ്മിറ്റിക്കാർ എതിർക്കും, ക്ഷേത്ര കമ്മിറ്റിക്കാർ എതിർക്കും, സ്വാഭാവികമാണ്. അവരെയൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഒരു ഭരണകർത്താവിന്റെ ചുമതല. ആ ചുമതല ഉമ്മൻചാണ്ടിയും UDFും നിർവഹിച്ചില്ല. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. എല്ലാവരെയും പിണറായി വിജയൻ വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ പവർ ഹൈവേ യാഥാർത്ഥ്യമായില്ലെങ്കിൽ കേരളം ഇരുട്ടിലാകും. നമുക്കെല്ലാവർക്കും അതിന്റെ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഒരു വ്യവസായശാലയും കേരളത്തിൽ പ്രവർത്തിക്കാത്ത സാഹചര്യം സംജാതമാകും. അതുകൊണ്ട് ഈ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കിയേ പറ്റൂ. അങ്ങനെ വിവിധ എസ്റ്റേറ്റുകൾക്ക് മുകളിലൂടെ, വിവിധ ആരാധനാലയങ്ങൾക്ക് മുകളിലൂടെ, വിവിധ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾക്കും വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മുകളിലൂടെ ഏതാണ്ട് 380 കിലോമീറ്റർ പവർ ഹൈവേ വലിച്ച് യാഥാർത്ഥ്യമാക്കിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്താണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്തുണ്ടായ ആ കൊച്ചി ഇടമൺ പവർ ഹൈവേ 10 കൊല്ലം മുമ്പ് UDF ഭരിച്ചിരുന്ന അന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഈ നാട്ടിലെ ആർക്കെങ്കിലും കാണാൻ സാധിച്ചിരുന്നോ? ഇല്ല കൂട്ടരെ. 10 കൊല്ലം പിണറായി ഭരിച്ചതുകൊണ്ട് കേരളത്തിനുണ്ടായ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നേട്ടമാണത്.